ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ്. അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്രകാരമാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രവുമല്ല, ഇത് ഒരു പാർട്ട് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബാണ്. അതായത് കുറേ നാൾ മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, ഹാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെയാണ് ഹാസ് ചേർക്കുന്നത്. I, you, we, they എന്നിവയുടെ കൂടെയാണ് ഹാവ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സിൻസ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ടെൻസിൽ ഉപയോഗിക്കാറുണ്ട്. മുതൽ എന്ന അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്ക് അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ. സിൻസ് 1995 മുതൽ. സിൻസ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച മുതൽ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഓർത്തിരിക്കുക. സിൻസ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ. സിൻസ് 1995 എന്ന് വെച്ചാൽ 1995 മുതൽ. സിൻസ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച മുതൽ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. മറ്റൊരു കാര്യം ഫോർ ആണ്. ഫോർ എന്നുള്ളതും ഈ ഒരു ടെൻസിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവിടെ നമ്മൾ ആയി എന്ന അർത്ഥത്തിലാണ് ഫോർ ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. For 10 days, 10 ദിവസമായി. For a long time, അനേക നാളുകളായി. For the last 2 days, കഴിഞ്ഞ 2 ദിവസങ്ങളായി. For 3 hours, 3 മണിക്കൂറായി. For over a week, ഒരാഴ്ചയിൽ കൂടുതലായി. ഒന്നുകൂടെ നമുക്ക് നോക്കാം. For 10 days, 10 ദിവസമായി. ഫോർ എ ലോങ് ടൈം, അനേക നാളുകളായി. ഫോർ ദ ലാസ്റ്റ് 2 days, കഴിഞ്ഞ 2 ദിവസങ്ങളായി. ഫോർ 3 hours, 3 മണിക്കൂറായി. ഫോർ ഓവർ എ വീക്ക്, ഒരാഴ്ചയിൽ കൂടുതലായി. നമുക്ക് എക്സാമ്പിൾസിലോട്ട് നോക്കാം. I have been studying spoken English for 2 months. 2 മാസങ്ങളായി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായല്ലോ? അപ്പം കുറച്ച് നേരത്തെ തുടങ്ങിയൊരു കാര്യമാണ്, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? I have been studying spoken English for 2 months. അവിടെ സബ്ജക്റ്റിന് ശേഷം have been ചേർത്തിട്ട് സ്റ്റഡി എന്നുള്ളതിൻ്റെ കൂടെ ING ഫോമാണ് ചേർത്തിരിക്കുന്നത്, സ്റ്റഡി. ഓക്കെ, അടുത്ത എക്സാമ്പിൾ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതൽ അവൾ ഒരു നേഴ്സായി ജോലി നോക്കുകയാണ്. അതായത് കഴിഞ്ഞ വർഷം ആരംഭിച്ച ജോലി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസ് ബീൻ എന്നുള്ളതാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് വർക്ക് എന്നുള്ളതിൻ്റെ അതാണ് വെർബ്. അപ്പോൾ വർക്കിൻ്റെ കൂടെ ING ഫോം ചേർത്തിട്ട് വർക്കിംഗ് എന്ന് ചേർത്തിരിക്കുന്നു. അടുത്തത്, ദ TV ഹാസ് ബീൻ വർക്കിംഗ് ഫോർ 5 hours. പ്ലീസ് ടേൺ ഇറ്റ് ഓഫ് ഫോർ എ വൈൽ. അരമണിക്കൂറായി TV വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇനി അത് കുറേ സമയത്തേക്ക് നിർത്തൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട്
നമ്മൾ വീട്ടിലുള്ള കുട്ടികളോടും ഒക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. അവിടെ ദ ടി വി എന്നുള്ളത് ഇറ്റ് എന്നുള്ളതിന് പകരമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇറ്റിൻ്റെ കൂടെ എപ്പോഴും നമുക്കറിയാം ഹാസാണ് വരുന്നത്. പിന്നീട് ബീൻ ചേർത്തിരിക്കുന്നു. വർക്ക് എന്നുള്ള വെർബിൻ്റെ കൂടെ ING ഫോം ചേർത്ത് വർക്കിംഗ് ആക്കി മാറ്റിയിരിക്കുന്നു. അടുത്തത്, ഐ ഹാവ് ബീൻ ഡൈനിങ് ഔട്ട് സിൻസ് ലാസ്റ്റ് ക്രിസ്മസ്. കഴിഞ്ഞ ക്രിസ്തുമസ് മുതൽ ഞാൻ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അതായത് കഴിഞ്ഞ ക്രിസ്മസ് മുതൽ അത് ആരംഭിച്ച ഒരു കാര്യമാണ്. അതിപ്പോഴും ഞാൻ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ പെയ്യുകയാണ്. അപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ച ഒരു കാര്യം ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറ്റ് എന്നുള്ള സബ്ജക്റ്റിന് ശേഷം ഹാസ് ബീൻ ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റെയിൻ എന്നുള്ളതിൻ്റെ കൂടെ ING ഫോം ചേർത്തിട്ട് റെയിനിങ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അടുത്തത്, ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം ഫീവർ ഫോർ ദ ലാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസങ്ങളായി എനിക്ക് പനിയാണ്. അവിടെ ഒരു അക്ഷര പിശകാണ് വന്നിരിക്കുന്നത്. പനിയാണ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത്, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ബസ് ഫോർ ഓവർ ആൻ അവർ. 1 മണിക്കൂറിലധികമായി ഞങ്ങൾ ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ. അവിടെ വി എന്നുള്ള സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാവ് ബീൻ ചേർത്തിരിക്കുന്നു. അതിനുശേഷം വെയിറ്റിംഗ്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹൗ ലോങ് ഹാസ് യുവർ സിസ്റ്റർ ബീൻ വർക്കിംഗ് ആസ് എ സ്റ്റെനോ. എത്ര നാളുകളായി താങ്കളുടെ സഹോദരി ഒരു സ്റ്റെനോ ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് ഹൗ ലോങ് എത്ര നാളുകളായി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സിസ്റ്റർ എന്നുള്ളത്, അതായത് യുവർ സിസ്റ്റർ എന്നുള്ളത് കൊണ്ടാണ് നമ്മളവിടെ ഹാസ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ബീൻ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വർക്ക് എന്നുള്ളതിൻ്റെ ING ഫോം വർക്കിംഗ് ആണ്. അതും നമ്മൾ ചേർത്തിരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, ഹൗ ലോങ് ഹാവ് യു ബീൻ ടീച്ചിങ്. എത്ര നാളുകളായി നിങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഹൗ ലോങ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര നാളുകളായി എന്നുള്ള അർത്ഥത്തിലാണ്. യു ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാവ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ബീൻ ചേർത്തിരിക്കുന്നു. ടീച്ച് എന്നുള്ളതിൻ്റെ ING ഫോം ടീച്ചിങ്. അടുത്തത്, ഹാവ് യു ലോങ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ബസ്. ഒത്തിരി നേരമായോ ബസ് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ യു ആയതുകൊണ്ടാണ് നമ്മളവിടെ ഹാവ് ചേർത്തിരിക്കുന്നത്. പിന്നെ ലോങ്, അതിനുശേഷം ബീൻ, പിന്നെ വെയിറ്റ് എന്നുള്ളതിൻ്റെ ING ഫോം വെയിറ്റിംഗ്. അടുത്ത എക്സാമ്പിൾ, ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ കൊല്ലം. എത്ര കാലമായി കൊല്ലത്ത് താമസം തുടങ്ങിയിട്ട്. അപ്പോൾ ഹൗ ലോങ് എന്നുള്ളത് എത്ര കാലമായി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു ആയതുകൊണ്ട് നമ്മളവിടെ ഹാവ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം ബി, അത് കഴിഞ്ഞിട്ട് ലീവ് എന്നുള്ളതിൻ്റെ ING ഫോം ലീവിങ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.